ഈ ഓണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വട്ടി കൂട്ടാന്ന് ഞങ്ങൾ പട്ടിണി ഇടുന്നതാണ്. ഓണത്തിനായാലും അല്ലാത്ത നാളുകളായാലും ഞങ്ങൾ പട്ടിണി ഇടുന്നതാണ്. ഈറ മാത്രം ഞങ്ങൾക്ക് തന്നില്ല. ഇത് ആദ്യം നോക്കണം. ഈ ചന്തക്കകത്ത് ഇതൊക്കെ ആദ്യം നോക്കണം. ഇതിലൊക്കെ ആദ്യം നോക്കണം. ഇത് ചന്തക്കകത്ത് അത് നിങ്ങൾ പറയും. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ. അമ്മാമയുടെ പേരെങ്ങനെ? ഒന്ന് പറഞ്ഞേ. സുമതി. ആ, എവിടെ താമസിക്കുന്നത്? അവിടെ വളവട്ടി 8ാം കല്ലിനപ്പുറം. വളവട്ടിയിലാ? വളവട്ടി. ആ, അമ്മാമ എത്ര കാലമായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട്? ഞാനാ? ആ. 2 മക്കളെ. അല്ല, ഞാൻ ചോദിച്ചത് സ്ഥിരം കച്ചവടം തന്നെയെന്ന് അറിയാൻ വേണ്ടി. ഓ, എനിക്ക് സ്ഥിരം കച്ചവടം തന്നെ മക്കളെ. ഞാൻ 25 വർഷം വരെ ആയി. അതായത് ഈ പേരുകൂട മാർക്കറ്റിലാണ്. ഓ, അങ്ങ് ഇഞ്ചി പച്ചമുളക് ഇതാണ് മെയിൻ കച്ചവടം. ഓ, ഇപ്പോഴും അമ്മാമ്മക്ക് ജീവിക്കാനുള്ള വക കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് വല്ലതും കിട്ടണ മക്കളെ. എനിക്ക് എൻ്റെ വയസ്സൊന്നും എനിക്ക് പിടിയൊന്നും ഇല്ല. എന്നാലും നമ്മൾ അങ്ങനെ പോകണം. അത്ര കൂടുതലൊന്നും നമുക്ക് വന്നില്ല. ദൈവം നമ്മളെ എപ്പോഴും വിളിക്കണം, എപ്പോഴും പോവാം. അതേ ഉള്ളൂ. അത് ആരായാലും അപ്പോഴേ പോവാം. അതല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ ഈ കച്ചവടം ചെയ്യുമ്പോഴത്തേക്ക് അന്നത്തിനുള്ളതൊക്കെ നടക്കുന്നുണ്ടോ? ഓ, എനിക്ക് എൻ്റെ വയറ്റിനുള്ള കിട്ടും മക്കളെ. വെറുതെ വീട്ടിൽ കയറി ഇരുന്നാൽ ഇത് നടക്കുമോ? ഇല്ല, നടക്കൂല. വീട്ടിൽ കയറി ഇരുന്ന ചുമ്മാ ഉറക്കത്തൂക്കും, തളച്ചും ക്ഷീണവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി ഇവിടെ വന്നിരിക്കുമ്പോൾ നേരം പോകുമെന്ന് നമുക്കും വല്ലതും കിട്ടും. എത്ര വർഷമായി ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞു 25 വർഷം വരെ ആയി, കൂടുതലായി. നമ്മള് വേറെ ആരും മുമ്പിൽ കൈ നീട്ടണ്ടത്. അത്യാവശ്യ ചെലവിനുള്ളത് നമുക്ക് കിട്ടുമല്ലോ തന്നെ. അപ്പോൾ അമ്മമ്മ ഇനിയും ഇതേപോലെ ഉള്ള കാര്യങ്ങളുമായിട്ട് ഒരുപാട് വർഷം അങ്ങനെ അങ്ങോട്ടങ്ങ് പോട്ടെ ധൈര്യമായിട്ട്. ദൈവം കൽപ്പിച്ചതുപോലെ അടക്കട്ടെ മക്കളെ. നിങ്ങൾ ഈ ഓണമായതുകൊണ്ടാണ് ഈ വട്ടി കിട്ടേക്കൊണ്ടത്? റബ്ബറിന്റെ അത് ചപ്പും ചവറും അത്രയും പെണ്ണുങ്ങളെ വാങ്ങിക്കുന്നു. പക്ഷെ നമുക്ക് മാത്രം ഒരു ജീവിതം. നമ്മൾ പട്ടി കിടന്ന് ചത്തോളം. തേങ്ങ, പുളി, തൈര്, മെയിൻ തൈര്. തൈര് ഞങ്ങളെ തൊഴിലാണ്. ഞങ്ങളെ പാരമ്പര്യമായിട്ട് എല്ലാവരും തൈര് കടയിൽ. അങ്ങനെ ഇവിടെ വരും, കച്ചവടം ചെയ്യും. നമുക്ക് 40 വർഷം കൊണ്ട് 40 വർഷത്തിന് മുകളിൽ വരും. ഇപ്പൊ എനിക്ക് 74. ചുമ്മാ ഇരുന്നെങ്കിൽ ഞാൻ കിടന്നു പോകും. അതാണ് ഇങ്ങനെ നമ്മൾ കുറേ ദിവസം ഇരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇരിക്കും. ഇതേപോലെ എന്തെങ്കിലും ജോലി ചെയ്തോണ്ടിരുന്നാല് ശരീരത്തിന് അതിനുള്ള ആവതുകൾ. ഞാൻ അതുകൊണ്ടാണ് സത്യത്തിൽ തന്നെ. അല്ലെങ്കിൽ ഞാൻ ഈ തേങ്ങ കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ അമ്മാവേ? കച്ചവടമൊക്കെ നടക്കുന്നുണ്ടോ? കച്ചവടമൊക്കെ ഉണ്ട്. തൈര് കച്ചവടം ഈ മാർക്കറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ വന്ന് വാങ്ങിക്കൊള്ളൂ. കൊള്ളല്ലേ ഇവർക്ക് സ്ഥിരം കസ്റ്റമേഴ്സാണോ? പിന്നെ ഈ പയ്യനൊക്കെ ഈ കുട്ടികളെ കുട്ടിപ്രായം ഇതകം എത്ര വർഷമായി നിങ്ങൾ ഇവിടെ തൈര് വാങ്ങിക്കാൻ തുടങ്ങി? എത്ര വർഷം? 6 വർഷം. സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നമ്മൾ തൈര് വാങ്ങിക്കുന്നു, തേങ്ങ വാങ്ങിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ വേറെ എവിടെ പോയാലും നമ്മൾ ഇവരെ അടുത്ത് വന്ന സാധനം വാങ്ങിക്കും. കാരണം ഈ പ്രായത്തിലും അവർ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളത് നമുക്കും കൂടെ ഒരു എനർജി തരുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നു അല്ലേ? ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്യും? ഓട്ടോ. പേരെങ്ങനെ? താമസിക്കുന്നത്?
ആ അല്ല ആ സ്ഥലത്തിന് പേരൊന്നും ആ ശരി. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഈ അമ്മാമ്മയ്ക്കും അതിനേക്കാളും സന്തോഷം. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു മാർക്കറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ പേരൂർക്കട മാർക്കറ്റിലാണ്. എൻ്റെ പിന്നിൽ ഈ കാണുന്നതെല്ലാം ഇതിൽ സ്ഥിരമായിട്ടും അല്ലാതെ ഈ ഓണം സംബന്ധിച്ച് ഈ ഓണം കച്ചവടം കൂടി ആണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് ചുറ്റും കുറേ സ്റ്റാളുകളുണ്ട്. ഇവിടെ ഈ നമ്മൾ ഈ കാണുന്ന ഈ ബിൽഡിങ്ങിൽ കാണുന്ന അതെല്ലാം സ്ഥിരമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ആവാൻ ആണ് സാധ്യത. അപ്പോൾ നമ്മൾ അമ്മാമ്മ ഈ നിങ്ങൾ ഈ ഓണത്തിന് മാത്രമുള്ള കച്ചവടം ഉണ്ടോ? ആ എത്ര വർഷമാകും? 55 വർഷമായിട്ട് ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താമസിക്കുന്ന എവിടെ? അപ്പൊ ദിവസം രാവിലെ എത്ര മണിക്ക് ഇവിടെ വരും? നിങ്ങൾ ഈ കച്ചവടം നടക്കുന്നത് ഏത് ദിവസങ്ങളിലാണ്, ഏത് സമയത്താണ്, അങ്ങനെയൊക്കെ പറയാൻ പറ്റും? അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ഒരുപോലെ തന്നെ. ചില ദിവസം കച്ചവടം നടക്കും, ചില ദിവസം കുറവായിരിക്കും. അല്ല ഓണം അല്ലെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ കച്ചവടം? ഓണം അല്ലെങ്കിൽ നമ്മളൊന്നും വരും. ആ ഇതുപോലെയൊക്കെ തന്നെ. അതെ ആ ഓണമായതുകൊണ്ട് കുറച്ച് കൂടുതൽ സാധനം വാങ്ങിക്കും. ഇത് ആദ്യം നോക്കണം, ഈ ചന്തക്കകത്ത് ആദ്യം നോക്കണം, ഇതിലൊക്കെ അയച്ചു കൊടുക്കണം, എന്നിട്ട് പിന്നെ കാര്യം പറയാം. കറക്റ്റ്. അത് നിങ്ങൾ പറയും. ഇങ്ങനെ ഈ ചെരുപ്പൊക്കെ നമ്മൾ ഈ ചന്തയിൽ കൊണ്ട് വെച്ചേക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഈ കടയിൽ ഇരിക്കണതും ഇതുമായിട്ട് എങ്ങനെയാണ് അവർ തോന്നുന്നത്? ഇത് നമ്മൾ വളരെ വാങ്ങിക്കും, വില കുറച്ച് നമ്മൾ കൊടുക്കും. ഇതേ സാധനം തന്നെ അത് തന്നെ ഇരട്ടി വില എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ഇവർ കണ്ണാടി അലമാരയിൽ നേരെ കയറ്റിയിട്ട് ചിലപ്പോ ഇരട്ടി വില ചോദിച്ചാലും അവർ കൊടുത്തു 50 രൂപ വിൽക്കുന്നത്, അവിടെ പോയാൽ 120 രൂപ കൊടുക്കും. അത്രേ തന്നെ. അപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി തന്നെ ഒരു കട എന്ന് വേണം ഇത് പറയാൻ. ഇതൊക്കെ ഈ ഓണം പ്രമാണിച്ച് മാത്രമുള്ളതാണ്. അല്ല 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 അല്ലാതെ ആ അമ്മാമ്മേ ഓണക്കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം വേണ്ട, നമ്മള് കുത്തുപാള എടുക്കാൻ പോണു. അതൊന്ന് പറഞ്ഞ ഈ കുത്തുപാള എടുക്കാൻ പോകുന്നത് മാർക്കറ്റിനകത്ത് ആളില്ലല്ലോ. ആ മാർക്കറ്റിന് അകത്തല്ല, കയറുന്നില്ല. ആ എല്ലാവരും ഓൺലൈനിൽ വാങ്ങിച്ചോണ്ടിരിക്കും. അത് തന്നെ, അതാണ് സത്യം. പിന്നെ വഴിയോര കച്ചവടം, റൂട്ടുകൾ. എന്നാലും എന്തെങ്കിലുമൊക്കെ നടക്കും അല്ലേ? അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ അമ്മാമ്മ ഈ ചന്തയിൽ സ്ഥിരം ആയിട്ട് ഇരിക്കുന്നതാണ്? അതേ 47 വർഷമായി ഈ മാർക്കറ്റിൽ കയറിയിട്ട്. 47 വർഷം. അത് ഇവിടെ നമ്മളെ ഈ ചന്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സാധാരണഗതിയിൽ ആഴ്ചയിൽ എത്ര ദിവസം അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ഇതുപോലെ തന്നെ, എപ്പോഴും ഇതുപോലെ തന്നെ. അതുകൊണ്ട് ചില്ലറ 10 രൂപ ചില്ലറയില്ല, കച്ചവടങ്ങളില്ല. പൊതുവിൽ ഇവിടെ കച്ചവടങ്ങൾ വളരെ കുറവെന്നാണ് ഇവരൊക്കെ പറയുന്നത്.
ഇപ്പോൾ ഈ ഓണത്തിനൊന്നും പറഞ്ഞ് പ്രത്യേക ഒരു കച്ചവടം ഇല്ല ഇല്ല ഇല്ല. നമുക്ക് ഇതേപോലെ ഇതുവരെ അങ്ങനെ ഒരു എഫക്റ്റ് ആയില്ല. കുറേ കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഉത്രാടത്തിന് മുമ്പ് 1-2 ദിവസം മുമ്പ് പോലെ സാധനങ്ങൾ മാറ്റി വിടും. ആ തീരണമെങ്കിൽ തീരും, അല്ലെങ്കിൽ അത് അരി അവിടെ വെച്ചിട്ടൊക്കെ പോകും. അതുപോലെ ഈ പേരുകിട മാർക്കറ്റിൽ ഈ സോപ്പ് ഷീപ്പ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇവിടെ കച്ചവടമുണ്ട് മീൻകടയിൽ, ഒരു മുക്കൊട്ടി. അപ്പോൾ അവളെ കൂടെ ഞാൻ വന്നത്. അങ്ങനെ എനിക്ക് 5-6 ദിവസം ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു. അത് കച്ചവടം എങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്നില്ലേ? വാങ്ങിക്കണം. അല്ല, ഇന്ന് എന്തെങ്കിലും കച്ചവടം നടന്നോ? കച്ചവടം ബാക്കിലോട്ടോ പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല. ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. അപ്രതീക്ഷിതമായി ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകൾ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഇത് ഒറ്റപ്പെട്ട കാഴ്ചയല്ല. ഓണക്കാലമാകുമ്പോൾ കേരളത്തിലുടനീളം ഗ്രാമപ്രദേശങ്ങളിലും നഗര പ്രാന്ത പ്രദേശത്തും ഓണക്കച്ചവടം പ്രതീക്ഷിച്ച് കുറേ മനുഷ്യരുണ്ടാവും. അവരിൽ നിന്നുകൂടി എന്തെങ്കിലും വാങ്ങി അവരെ സഹായിക്കാൻ അതാത് പ്രദേശങ്ങളിലെ താമസക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക.